ഒരാളുടെ കല്യാണമല്ല, നമുക്ക് എല്ലാ വർഷവും നമുക്ക് 5 പേരുടെ വീതം കല്യാണം അങ്ങ് നടത്തി. അപ്പോൾ ചോദിച്ചാൽ എങ്ങനെ നടക്കും? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു റെഡും ഗ്രീനും വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഭയങ്കര ബഹളായിട്ടുള്ള പാർട്ടീസും ഭയങ്കര രസമായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ രണ്ടുപേര് ന്യൂ ഇയർ വളരെ വ്യത്യസ്തമായിട്ട് ആഘോഷിക്കുകയാണ്. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബർത്ത്ഡേയും കൂടിയാണെന്ന്. അന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിന്റെ കൂടെ അല്ലാതെ ഒരുപാട് ഫാമിലീസിനൊരു ഹാപ്പിനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ആൻഡ് ഹിസ് പാർട്ട്ണർ അനിൽ ബാലചന്ദ്രൻ. നമ്മൾ യൂഷ്വലി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ വീട്ടിൽ കേക്കൊക്കെ മുറിച്ച് നമ്മുടെ ഫാമിലിന്റെ കൂടെ നമ്മൾ ഹാപ്പിനെസ് ആഘോഷിക്കുകയാണ് ചെയ്യുക. പക്ഷെ സാറ് കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 5 ഫാമിലീസിന് ഒരു ലൈഫ് ടൈം ഹാപ്പിനെസ് കൊടുക്കുകയാണ്. 5 കുടുംബങ്ങളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു തോട്ട് എവിടെ നിന്നാണ് ഉണ്ടായത്? ഞാനെന്നും പറഞ്ഞാൽ ബേസിക്കലി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അച്ഛൻ, അമ്മ, 2 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. അപ്പോൾ നമുക്ക് സാധാരണ കുടുംബം ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലമാതിരി പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ദൈവദൂതനെ പോലെ ആരെങ്കിലും എത്തും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കരകയറി വരാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ചെറിയ പ്രകാശമെങ്കിലും കൊടുക്കാൻ പറ്റണേ, അതിനൊരവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ കയ്യിലൊന്നും ഇല്ലാഞ്ഞ സമയത്ത് കൂടിയും പറയുമായിരുന്നു, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണം, വളർത്തണം, അതിനെ പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിച്ചയക്കണം, അങ്ങനെയൊക്കെ. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് വന്ന് കയ്യിലൊന്നും ഇല്ലല്ലോ ആ സമയത്ത് അങ്ങനെ വിചാരിച്ച് രക്ഷപ്പെടുന്ന സമയത്താവട്ടെ. പിന്നീട് രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തി. പക്ഷെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിൻ്റെ ലീഗൽ വശങ്ങളെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഒരു പെൺകുഞ്ഞ്, കാരണം ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്, അപ്പം എങ്കിലും ഒരു പെൺകുട്ടിയെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നൊരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ലീഗൽ വശങ്ങളുണ്ട് അതിന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്, നമുക്ക് ഒരാളുടെ കല്യാണമല്ല, നമുക്ക് എല്ലാ വർഷവും നമുക്ക് 5 പേരുടെ വീതം കല്യാണം അങ്ങ് നടത്തി. അപ്പോൾ ചോദിച്ചാൽ എങ്ങനെ നടക്കും? അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊന്നും അറിയത്തില്ല, അങ്ങ് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ വന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരാള് എന്നായിരിക്കും നമുക്ക്. കാരണം ഒരു കല്യാണം എന്ന് പറയുന്ന സമയത്ത് അതൊരു ചെറിയൊരു കാര്യമല്ല അല്ലേ. നമ്മൾ അവരെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അതൊക്കെ ഒരു വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ 5 പേര് എന്നുള്ള ഡിസിഷനിലേക്ക് എങ്ങനെയായിരുന്നു? അങ്ങനെ ശരി 5 പേരെ നമുക്ക് തീരുമാനിക്കാമെന്ന് അല്ല, ആദ്യം നമ്മൾ ഒരാളെന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചു, ഒരാളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇവരെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ ബുദ്ധിമുട്ട് അറിയുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്ത, ഒരു സാരി മേടിക്കാനോ അല്ലെങ്കിൽ ഒരു താലിമാല മേടിക്കാനോ പോലും പറ്റാത്ത കുടുംബങ്ങളാണ്. അപ്പം നോക്കിയ ഉടനെ എന്നാൽ പിന്നെ ഇത് മുഴുവൻ ചെലവും നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം എന്ന് ഒരാൾക്ക് വേണ്ടി അങ്ങനെ ചിന്തിച്ചു. പിന്നെ അത് 2 പേർക്ക് എന്തായാലും ഇത്രയും ചെയ്യുന്നുണ്ട്, ഓഡിറ്റോറിയം സെറ്റ് ചെയ്യണം, സ്റ്റേജ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സ്വന്തം സഹോദരിയുടെ വിവാഹം നടത്തുന്ന പോലെ എല്ലാം അറേഞ്ച് ചെയ്തു വന്നപ്പോൾ എന്നാൽ കുറച്ച് ചിലവും കൂടെ ഉള്ളൂ 2 പേരുടെ, എന്നാൽ പിന്നെ 3, എന്നാൽ 4, 5, അങ്ങനെ 5 എന്നുള്ള നമ്പറിലേക്ക് അങ്ങ് എത്തുകയായിരുന്നു. സേവ് ദ ഡേറ്റ് മുതൽ പിന്നെ ഇവരുടെ മേക്കപ്പ്, ഇവർക്കുള്ള ഡ്രസ്സ്, ഇവരുടെ മാതാപിതാക്കൾക്കുള്ള ഡ്രസ്സ്, ഇവർക്കുള്ള സ്വർണം, ഏറ്റവും മികച്ച ഓഡിറ്റോറിയം കോഴിക്കോട് നമ്പർ 1 അങ്ങനെയുള്ള ഓഡിറ്റോറിയം സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഒരുപാട് 10,000 പേർക്കൊക്കെ ഉള്ള സദ്യ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ആഘോഷമാക്കി അതിനെയൊക്കെ മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ്. ഇതിനു വേണ്ടി ഒരു നിമിഷം പോലും ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടോ അല്ലെങ്കിൽ ഇത് എവിടുന്ന് ഫണ്ട് കണ്ടെത്തും, അങ്ങനെ ഒരു തടസ്സം പോലും ഇല്ലാതെ ഇതുവരെ കാര്യങ്ങളെല്ലാം ദൈവം മുന്നോട്ട് കൊണ്ടുപോയി. അത് ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലെ സമൂഹ വിവാഹം നടത്തി കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സേവ് ദ ഡേറ്റ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ലേ, നമ്മളെ വീട്ടിലുള്ള നമ്മുടെ മൂത്ത ചേട്ടൻ ചേച്ചി വന്ന് നിന്നിട്ട് നമ്മുടെ കല്യാണം നടത്തി തരുന്ന പോലെ ഹണിമൂൺ വരെ നിങ്ങൾ ചെയ്യാണ്. അപ്പൊ അത് ആദ്യമേ തീരുമാനിച്ച് ആയിരിക്കും. നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കും, ഇപ്പം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചേനെ, ഇപ്പം ഞങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചേനെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത്. അപ്പം ഞങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ
അതെല്ലാം ഇതിൽ കൂടി തന്നെ നടപ്പാക്കുക. 5 ഇപ്പൊ 15 ആളുകളെ കൂടെ എങ്ങനെയാണ് 5 പേരെ 5 കുടുംബങ്ങളെ കൃത്യമായിട്ട് കണ്ടെത്തുന്നത്? അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അതെ, ആദ്യത്തെ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു കാര്യം ഇതായിരുന്നു. ആ 5 പേരെ കണ്ടെത്തുക എന്ന് പറയുന്നത്. കാരണം എങ്ങനെ കണ്ടെത്തും, എന്ത് ക്രൈറ്റീരിയ വെച്ച് കണ്ടെത്തും എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കതിൽ ഏറ്റവും കൂടുതൽ സഹായകരമായത് നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ വലിയൊരു സപ്പോർട്ട് അതിൻ്റെ അകത്ത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് നമ്മളുടെ പോസ്റ്റ് ഇടുകയും അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്തത്. നമ്മളിത് നമ്മളായിട്ട് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഓൾറെഡി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന, എന്നാൽ അതെ, അവർക്ക് സാമ്പത്തികപരമായി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നവരെ കണ്ടെത്തി അത് സാമ്പത്തികപരമായി നടത്തി കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളതിൻ്റെ അകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പം മറ്റൊരു പ്രത്യേകത, ഇവരുടെ ആരുടെയും ഐഡൻറ്റിറ്റി ഇതുവരെ നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം 15 പേരായെന്ന് പറഞ്ഞു, ഈ 15 പേർ 30 പേര് മൊത്തത്തിൽ ഇവരാരെന്ന് ഇതുവരെ ഈ ലോകത്താർക്കും, ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന അവരുടെ ബന്ധുക്കൾക്കല്ലാതെ പുറത്താർക്കും ഇതറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യും, പിന്നെ പകുതി ആളുകളും അത് മുന്നോട്ട് കൊണ്ടുപോകാതെ നിർത്തുകയാണ് ചെയ്യുക. പക്ഷെ ഇത് നിങ്ങൾ 2ാമത്തെ വർഷം കൊണ്ടുപോയി, 3ാമത്തെ വർഷം കൊണ്ടുപോയി, ഇതിന് കണ്ടിന്യൂ ചെയ്യാനാണോ ഒരു പ്ലാൻ ഉള്ളത്? ഓരോ തവണ ചെയ്യുമ്പോഴും വിചാരിക്കാം ഈ തവണയും കൂടെ ചെയ്യാം എന്ന്. നേരത്തെ മായ പറഞ്ഞ പോലെ അന്നത്തെ ദിവസത്തെ ആ മാതാപിതാക്കളുടെ, കുട്ടികളെക്കാൾ കൂടുതൽ ആ മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ആ ഒരു സന്തോഷം, കാരണം അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കല്യാണം എന്നൊക്കെ പറയാം. അപ്പം അത് നിറവേറ്റി കൊടുക്കുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് അവർ നമ്മളെ ബ്ലെസ് ചെയ്യുന്ന, അവർ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന, അവർ നമ്മളോട് ആ സന്തോഷം പങ്കിടുന്ന, ആ കണ്ണ് നിറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ ഒരു വർഷം കൂടെ നടത്തിയേക്കാം, വീണ്ടും കാണാമല്ലോ. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ 2 ആമക്കളാണ്. അപ്പം ഞാൻ ഇവരുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കും ആ ദിവസം. അപ്പം ഞങ്ങൾ ഈ പുടവ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം ഇവരുടെ കണ്ണിൽ കാണുന്ന ഒരു തെളിച്ചമുണ്ട്, ഒരു തിളക്കമുണ്ട്. കാരണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം വളർന്നു കഴിയുമ്പോൾ എന്ന് മക്കൾക്ക് തോന്നുന്ന ഒരു വല്ലാത്ത അത് അവർക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കത് പ്രത്യേക ഒരു ഫീലാണ്. ആ ദിവസം ഞാൻ കാണുന്ന ഒരു ഫീൽ അതാണ്. 1-ാം തീയതി വൈകിട്ട്, അതായത് എല്ലാവരും പോയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറിയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അന്നത്തെ നമ്മളിലേക്ക് വന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അത് നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തെ നമുക്കത് അനുഭവപ്പെടും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ ഒരു ബ്ലെസ്സിങ് ഞങ്ങളുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട് എല്ലാ കാര്യത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഫൈനലായിട്ട് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും സമൂഹത്തിലോടൊരു മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങളുടെ പേഴ്സണൽ ഹാപ്പിനെസ് അല്ലാതെ ഈ കല്യാണങ്ങൾ കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് സാറിനും മാമിനും പറയാനുള്ളത് ഒരു സൊസൈറ്റീൻ്റെ അടുത്ത്? നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുക എന്ന് പറയുന്നത് പലരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ന സ്റ്റേജിൽ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല. അപ്പം എനിക്കും വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഇന്ന സ്റ്റേജിൽ എത്തിയിട്ട്, അങ്ങനെയല്ല. 60 വയസ്സായിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലെ ഇത്ര പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ 100 രൂപ ഉള്ളെങ്കിലും ശരി അതിൻ്റെ അകത്തുനിന്ന് ഒരു പങ്കെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് ഈസ് എ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. നമുക്കത് മറ്റുള്ളവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്ന് നടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പറ്റില്ല എന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെന്നോ അല്ലെങ്കിൽ ഇന്നത് എത്തിക്കഴിയുമ്പോൾ ഞാൻ ചെയ്യാം, അങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന, കാരണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു റെഡും ഗ്രീനും വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നത് പടച്ചോൻ ദൈവം നമുക്ക് ഈ കഴിവൊക്കെ തന്നിരിക്കുന്നത് കേവലം നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മാത്രമല്ല. നമുക്ക് ചുറ്റും ഒരുപാട് കഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരുണ്ട്, അച്ഛനില്ലാത്ത മക്കളുണ്ട്. അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ദൈവം നമുക്ക് ഈ കഴിവ് തന്നിരിക്കുന്നത്. ആ കഴിവ് പരമാവധി ഉപയോഗിക്കുക, പരമാവധി കാശുണ്ടാക്കുക. ആ കാശിൻ്റെ അകത്തുനിന്ന് നല്ലൊരു പങ്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഉണ്ട്. കാശുണ്ടാക്കുക, അത് വേണ്ട രീതിയിൽ കൃത്യമായി വിനിയോഗിക്കുക. ഒരു കുറ്റബോധവും ഉണ്ടാകത്തില്ല. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും.